പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് കണ്ണൂർ പയ്യന്നൂരിൽ CPIM പ്രവർത്തകർ തകർത്തു എന്ന് UDF ആരോപിക്കുന്ന മതിൽ പുനർനിർമ്മിക്കുന്നതിന് തുടക്കമിട്ടിരിക്കുകയാണ് ജനകീയ കൂട്ടായ്മ. നിയുക്ത പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ പുനർനിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. വി കുഞ്ഞികൃഷ്ണന് വേണ്ടി ചുവരെടുത്ത് നടത്തിയ മതിലാണ് തകർക്കപ്പെട്ടത്. പോലീസ് കുറ്റക്കാരെ എത്രയും വേഗം പിടികൂടണമെന്ന് കുഞ്ഞികൃഷ്ണൻ ആവശ്യപ്പെട്ടു. രതീഷ് വാസവൻ നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട്. രതീഷ്, ഗുഡ് മോർണിംഗ്. ഈ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണന്റെ പ്രചാരണമൊന്നും നന്നായി നടത്താൻ കഴിയുന്നില്ല എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിച്ചിരുന്നതാണ്. പിന്നീട് ഈ പോളിംഗിന് പിന്നാലെയാണ് മതിൽ തകർക്കുന്ന പരിപാടി അവിടെ നടന്നതും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിൽ അത് പുനർനിർമ്മിക്കാനും പോവുകയാണ്. വിവരങ്ങൾ എങ്ങനെ? സേതു, തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് കാറമൽ എന്ന സ്ഥലമാണ്, പയ്യന്നൂരിലെ ഒരു സ്ഥലമാണ്. ഇവിടെയായിരുന്നു വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പേരെഴുതിയ ആ മതിൽ തകർത്തത്. ഇപ്പോൾ എന്തായാലും നിയുക്ത MLAയുടെ നേതൃത്വത്തിൽ തന്നെ അത് പുനർനിർമ്മിക്കുന്നതിൻ്റെ ഉദ്ഘാടന പരിപാടിയായിരുന്നു ഇന്ന് രാവിലെ ഉള്ളത്. നമ്മോടൊപ്പം വി കുഞ്ഞികൃഷ്ണൻ നിയുക്ത MLA കൂടി ചേരുന്നു. കുഞ്ഞിച്ചേട്ടാ, എങ്ങനെയാണ് ഒരു ആദ്യ പരിപാടി എന്നൊക്കെ വേണമെങ്കിൽ മണ്ഡലത്തിൽ അങ്ങനെ പറയുകയാണെങ്കിൽ പറയാം, ഒരു പുനർനിർമ്മാണം ആദ്യത്തെ പരിപാടിയാണ്. അപ്പം അത് ഈ ഇരുട്ടിൻ്റെ മറവിൽ ഇങ്ങനെ സാമൂഹ്യ ദ്രോഹം ചെയ്യുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ്. അപ്പോൾ ഈ ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഉള്ള നിലപാടിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഇത്. ആ നിലയിൽ അതിനെ കണ്ടാൽ മതി. പോലീസ് നടപടികളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും? പോലീസ് കൃത്യമായി പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സന്നദ്ധമാകുന്നില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് ഈ അക്രമ സംഭവങ്ങൾ വ്യാപിക്കാനിടയായിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ടൊരു ശമനം താൽക്കാലികമായി ഉണ്ട്. എത്ര കാലം എന്നൊന്നും പറയാൻ സാധിക്കില്ല, കണ്ടറിയേണ്ടുന്ന കാര്യമാണ്. പോലീസ് കർശനമായ നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ കഴിയൂ. ആ നിലയിലേക്ക് പോലീസിനോട് നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിരോധങ്ങൾ ഉയർത്തിയാണ് ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്, മത്സരിക്കുന്നത്, പ്രവർത്തിക്കുന്നതൊക്കെ. അതിൻ്റെ ഒരു പ്രയാസങ്ങളും തുടർ പ്രവർത്തനങ്ങളെയൊക്കെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക? അല്ല, അതിപ്പം ബഹുജനങ്ങൾ നമ്മുടെ കൂടെയാണ്, പൊതുജനങ്ങൾ നമ്മുടെ കൂടെയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് പരസ്യമായി രംഗത്ത് വരാൻ സാധിക്കാത്തത് ഭീഷണി ഭയന്നാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നതൊരു ഫാസിസ്റ്റ് രീതിയാണ്. അതാണ് ഇവരിപ്പോൾ അനുവർത്തിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ളൊരവസരം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിൽ അവർ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജനങ്ങൾ ഇതിനെതിരാണ് എന്ന് ഇതിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇത്രയും ജനങ്ങളെതിരാണ് എന്ന് കാണുമ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ അവർ സന്നദ്ധമാകണം എന്നാണ് പറയാനുള്ളത്. സന്നദ്ധമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ പുനർനിർമ്മാണം ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഈ ഉടമകളോട് സംസാരിച്ചിരുന്നോ ഇതിങ്ങനെ പുനർനിർമ്മിക്കും? ഇത് പോളിംഗ് കഴിഞ്ഞ ദിവസം രാത്രി തകർത്തതാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് അവരുമായി സംസാരിച്ച് ഇത് ഞങ്ങൾ പുനർനിർമ്മിച്ച് തരും എന്ന് അവരോട് പറഞ്ഞു. അവർ അത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആ നിലയിലാണ് ഇത് പുനർനിർമ്മിച്ചു കൊടുക്കുന്നത്. നിയുക്ത MLA എന്നുള്ള മണ്ഡലത്തിലെ പ്രതീക്ഷ അല്ല, മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ്. അതിനൊരു ചിട്ടയായ രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാനുള്ള ആലോചനകൾ നടത്തിയിട്ടുണ്ട്. ആ നിലയിൽ അത് മുന്നോട്ട് പോകും. എന്തായാലും ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പായസമൊക്കെ വെച്ചാണ് ഈ മതിൽ പുനർനിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ അവർ ആഘോഷമാക്കുന്നത്. എന്തായാലും മണ്ഡലത്തിൽ വളരെ സജീവമായി മറ്റ് ജനകീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വി കുഞ്ഞികൃഷ്ണൻ ഈ ഘട്ടത്തിൽ പറയുന്നത്. ശരി രതീഷ്, ശരി.